ജന്മദിനം പുണ്യദിനം 50 പിറന്നാള്. ജന്മദിനം പുണ്യദിനം 50 പിറന്നാള്. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, happy golden birthday. Dear Reverend Father Viju, all the prayerful greetings of your 50th happy golden birthday. സ്തുതി 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 മഹിമകളെ, സ്തുതി 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 മനസ്സുകളെ, സ്തുതി 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 മിശിഹായെ വാഴ്ത്താം. കൈക്കുമ്പിളിൽ നീ കനിവോടെന്നെ കാത്തു പാലിച്ചൊരു ജന്മം, കുറവുകളെല്ലാം കാലത്തോടൊപ്പം കതിരുകളാക്കിയ ജന്മം, കാലിടരാതെ കാവലിരുന്ന് കരുതലോടെ എന്റെ ദൈവം, എൻ ദൈവം. സ്തുതി 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 മഹിമകളെ, സ്തുതി 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 മനസ്സുകളെ, സ്തുതി 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 മിശിഹായെ വാഴ്ത്താം. മഹിതാത്ഭുതമേ, മഴവിൽ മലരെ, ഈ പൂവിൻ കണ്ണീരിൽ വിരിയൂ. മരവിച്ചോരി മഹാമാരിയിൽ തെളിനീരിൻ നീർച്ചാലായി ഒഴുകൂ. ഒരു തിരിയായെരിയാ, ഒരു പുഴയായി ഒഴുകാ, ഞാൻ പൊടിയും നിന്നപ്പമാകാം. ഒരു തിരിയായെരിയാ, ഒരു പുഴയായി ഒഴുകാ, ഞാൻ പൊടിയും നിന്നപ്പമാകാം. സ്തുതി 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 മഹിമകളെ, സ്തുതി 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 മനസ്സുകളെ, സ്തുതി 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 മിശിഹായെ വാഴ്ത്താം. നമസ്കാരം. അച്ഛന് എല്ലാവിധ 50ാം ജന്മദിനാശംസകൾ നേരുന്നു. അച്ഛൻ്റെ കുടുംബ പശ്ചാത്തലവും ദൈവവിളിയിലേക്ക് അച്ഛനെ നയിച്ച കാര്യങ്ങളും ഒന്ന് പങ്കുവെക്കാമോ? 50ാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ദൈവിക കൃപകൾ ഒത്തിരി സ്വീകരിക്കാൻ സാധിച്ച 50 വർഷങ്ങളായിരുന്നു ഇത് പിന്നിട്ടത്. കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച് പറയുമ്പോൾ ഇരിഞ്ഞാലക്കുട കത്തീഡ്രൽ ഇടവക ദേവാലയത്തിലെ ചിറമൽ കോലാങ്കണ്ണി കുടുംബത്തിലാണ് എൻ്റെ ജനനം. അപ്പച്ചൻ്റെ പേര് ലോന, അമ്മയുടെ പേര് ഏലിയ. എനിക്ക് 3 സഹോദരന്മാരും ഒരു സഹോദരിയുമാണുള്ളത്. സ്നേഹസമ്പന്നരും അധ്വാനശീലരുമായ മാതാപിതാക്കളും സഹോദരങ്ങളും അവരുടെ ആ കൂട്ടായ്മയുമാണ് ഇന്ന് ഞാൻ എന്തായിരിക്കുന്നുവോ അതിൻ്റെയൊക്കെ ഏറ്റവും ഉറച്ച അടിസ്ഥാനമായിട്ട് നിലകൊള്ളുന്നത്. സ്കൂൾ പഠനത്തിന് ശേഷം 1985 ജൂൺ മാസത്തിലാണ് ഞാൻ CMI സഭയുടെ സെമിനാരിയിൽ ചേരുന്നത്. സെമിനാരി ജീവിതവും അവിടുത്തെ പഠനങ്ങളും അങ്ങനെ 15 വർഷങ്ങൾ പിന്നിട്ട് 2000 ഡിസംബർ 27-ാം തീയതിയാണ് അഭിമന്യ തൂങ്കുഴി പിതാവിൻ്റെ കൈയൊപ്പ് ശുശ്രൂഷ വഴി ഞാൻ വൈദികനായിട്ട് അഭിഷിക്തനാകുന്നത്. തിരുപ്പട്ടത്തിനു ശേഷമുള്ള അച്ഛൻ്റെ വൈദിക ജീവിതവും അനുഭവങ്ങളും ഒന്ന് പങ്കുവെക്കാമോ? എൻ്റെ വൈദിക ജീവിതത്തിൽ ഞാൻ മോട്ടോയായി എടുത്തിട്ടുള്ളത് ദൈ വിൽ ബി ഡൺ. ദൈവത്തിൻ്റെ ദൈവിഷ്ടം എന്താണോ അത് നിറവേറട്ടെ എന്നതായിരുന്നു എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ആഗ്രഹവും. അതുകൊണ്ട് തന്നെ ഓർഡിനേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ അധികാരികൾ എന്നോട്
മഹാരാഷ്ട്രയിലെ ചാവറ മിഷനിലേക്ക് പുറപ്പെടാനായിട്ട് പറഞ്ഞപ്പോൾ മറ്റൊന്നും ഓർക്കാതെ തന്നെ ഞാൻ മഹാരാഷ്ട്രയിലേക്ക് ധൂളെ മിഷനിലേക്ക് പോവുകയുണ്ടായത്. അവിടെ ഇടവക വികാരിയായും ഹോസ്പിറ്റൽ ഡയറക്ടറായും മറ്റു സാമൂഹിക പ്രവർത്തനങ്ങളിലും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെട്ടുകൊണ്ട് ആണ് 5 കൊല്ലം ഞാൻ ചെലവഴിച്ചത്. ആ അവസരത്തിലാണ് അവിടെ ആദ്യമായി അവർക്കൊരു ഇടവക ദേവാലയം വേണമെന്നുള്ള ആഗ്രഹവും അത് നിർമ്മിക്കാനുള്ള അവസരവും എനിക്ക് ലഭിച്ചത്. തീർത്തും അത്ര സമ്പന്നരല്ലാത്ത ആ ഇടവക സമൂഹത്തിന് വേണ്ടി അവിടെ കൂട്ടായ പ്രവർത്തനവും സഹകരണവും കൊണ്ട് 15 മാസം കൊണ്ട് തന്നെ ഒരു നല്ല മനോഹരമായ ഒരു ഇടവക ദേവാലയം നിർമ്മിക്കാനായി സാധിച്ചത് ഒരു വലിയ ദൈവാനുഗ്രഹവും ദൈവിക അത്ഭുതവുമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവിടെ ബാംഗ്ലൂർ ക്രൈസ്റ്റ് ദ കിങ് ഇടവകയിൽ വികാരി അച്ഛനായി അപ്പോയിന്റ് ആയതിനു ശേഷമുള്ള അച്ഛന്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും 2019 ജൂൺ മാസത്തിലാണ് ഞാനിവിടെ ബാംഗ്ലൂരിലേക്ക് വരുന്നത്. ക്രൈസ്റ്റ് ദ കിങ് ഇടവക വികാരിയായി നിയമിതനായി വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ ഉത്തരവാദിത്തം ബഹുമാനപ്പെട്ട ജോസറ്റിനെ ഏൽപ്പിച്ചപ്പോൾ ഞാൻ ഏറ്റെടുത്തത്. ആ സമയത്താണ് ഇവിടെ ഇടവക ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇടവക ജനങ്ങളുടെ കൂട്ടായ സഹകരണത്തോടുകൂടി ദേവാലയ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ആ ദേവാലയ നിർമ്മാണങ്ങൾ പൂർത്തിയാക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം കൂടി ഇതിനു മുൻപ് വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ബെന്നി പേങ്ങിപ്പറപ്പൻ എനിക്ക് നൽകിയിരുന്നു. ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പതുക്കെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നു. ഈ മെയ് ജൂൺ മാസത്തോടു കൂടി നിർമ്മാണം പൂർത്തിയാക്കുവാനും ഈ ദേവാലയം ആശീർവദിക്കാനും സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അച്ഛൻ അഡ്മിനിസ്ട്രേഷനിലുള്ള അച്ഛൻ്റെ മുൻ പരിചയം ഒന്ന് പങ്കുവെക്കാമോ? അഡ്മിനിസ്ട്രേഷൻ തലത്തിലേക്ക് ഞാൻ ആദ്യമായിട്ട് വരുന്നത് ഹോസ്പിറ്റൽ ഡയറക്ടറായിട്ട് മഹാരാഷ്ട്രയിൽ ഞങ്ങൾ തന്നെ ഹോസ്പിറ്റലിൽ അപ്പോയിൻ്റ് ആയപ്പോഴാണ്. ഹോസ്പിറ്റൽ ഡയറക്ടർ ആകുമ്പോൾ കുറച്ചൊക്കെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് അറിഞ്ഞിരിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു ഡിപ്ലോമ ആദ്യമായി ചെയ്യുകയുണ്ടായി. അപ്പോഴാണ് പിന്നെ ആ ഫീൽഡിലേക്ക് കുറച്ചൊക്കെ ഒരു താല്പര്യം തുടങ്ങിയതും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഓരോ വർഷം പിന്നിടുമ്പോഴും കിട്ടിയ പ്രവർത്തനങ്ങളൊക്കെ അതിനെ ഒത്തിരിയേറെ സഹായിക്കുന്ന രീതിയിലായിരുന്നു. കാർമൽ സ്കൂൾ വൈസ് പ്രിൻസിപ്പളായും കാർമൽ അക്കാഡമി പ്രിൻസിപ്പളായും ഒക്കെ പ്രവർത്തിച്ചപ്പോൾ ഒത്തിരിയേറെ അഡ്മിനിസ്ട്രേഷൻ തലത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടും അതിനൊരുങ്ങേണ്ടതായിട്ടും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് വരന്തരപ്പള്ളി ലോർഡ്സ് അക്കാഡമിയിൽ പ്രിൻസിപ്പളായി സേവനമനുഷ്ഠിച്ചപ്പോഴും അഡ്മിനിസ്ട്രേഷനിൽ നടത്തിയ കുറച്ച് പഠനങ്ങളും പ്രവൃത്തി പരിചയങ്ങളൊക്കെ അവിടെ കുറെ ഉപകരിപ്പിക്കാനായിട്ട് സാധിച്ചു. അച്ഛാ, വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഒരു നല്ല അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള പേര് അച്ഛന് കിട്ടിക്കഴിഞ്ഞു. ഈ അഡ്മിനിസ്ട്രേഷൻ രംഗത്ത് അച്ഛൻ്റെ ഒരു ഇൻസ്പിറേഷൻ ആരാണെന്നൊന്ന് പറയാമോ? നല്ല അഡ്മിനിസ്ട്രേറ്റർ എന്ന പേര് എനിക്ക് ചേരുമെന്ന് എനിക്കറിയില്ല. ഞാനൊരു അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന രീതിയിൽ ഒരുങ്ങി വന്നിട്ടുള്ള ആളൊന്നല്ല. ദൈവാനുഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ സഭ ഏൽപ്പിച്ച കുറേ ഉത്തരവാദിത്തങ്ങൾ ആത്മാർത്ഥതയോടെ ചെയ്യാൻ ശ്രമിക്കുന്നു. അതാണ് എൻ്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാറുള്ള കാര്യം. പലപ്പോഴും ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടിക്കഴിയുമ്പോൾ ആ സാഹചര്യങ്ങളെക്കുറിച്ചൊന്ന് പഠിക്കാൻ ശ്രമിക്കും. പിന്നെ അവിടെ ഒരു ചിട്ടയും ക്രമവും ഒരു സിസ്റ്റം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയും അതുണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. ഒരു ദീർഘവീക്ഷണം അല്ലെങ്കിൽ ദീർഘവീക്ഷണത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യണമെന്ന ആഗ്രഹവും അല്ലെങ്കിൽ അതിൻ്റെ പല സൈഡുകൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ പല വശങ്ങളിലേക്ക് ശ്രദ്ധ അറിയാതെ തിരിയും. കാരണം അതൊക്കെ നോക്കിയിട്ട് ചെയ്യാനായിട്ട് പറ്റാറുണ്ട്.
സ്പോർട്സ് ആൻഡ് ഗെയിംസ് രംഗത്ത് അച്ഛന് വളരെ താല്പര്യമുള്ള ആളായിട്ട് ഞാൻ കേട്ടിട്ടുണ്ടെന്നല്ല എനിക്കറിയാം. കാരണം അച്ഛനെ കുറിച്ച് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്, അച്ഛൻ്റെ ആക്ടിവിറ്റീസ് മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ചെറുപ്പത്തിലെ കിട്ടിയ ഒരു കാര്യമാണത്. കാരണം ഇടക്കാലത്ത് സെമിനാറിൽ വന്ന ശേഷം ഒന്നുമല്ല അച്ഛൻ ഇങ്ങനെ ഒരു സ്പോർട്സിലേക്ക് വന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ്, എന്ത് പ്രചോദനമാണ് അച്ഛൻ ഇങ്ങനെ സ്പോർട്സിലേക്ക് വരാനുണ്ടായത്? ഒന്ന് വിവരിക്കാൻ പറ്റുമോ അതിനെക്കുറിച്ചൊന്ന്? എനിക്ക് കായികപരമായ കഴിവുകളെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അതൊരു ദൈവദാനമായിട്ടാണ്. കാരണം എനിക്ക് പാരമ്പര്യമായി കിട്ടിയിട്ടുള്ള ഒരു കഴിവായിട്ടല്ല, മറിച്ച് ഒരു ദൈവദാനമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. കാരണം ചെറുപ്പം മുതലേ കളിയോട് ഭയങ്കര താല്പര്യവും അല്ലെങ്കിൽ നല്ലൊരു കളിക്കാരനാകുന്ന ആഗ്രഹവും ഒക്കെ ഉള്ളിലുള്ളതുകൊണ്ട് ഒത്തിരിയേറെ കളിയെക്കുറിച്ച് മനസ്സിലാക്കാൻ, കളിക്കാൻ, കൂടുതൽ സമയം കളിയിൽ ഏർപ്പെടാനൊക്കെ ഞാൻ ചിലവഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കളിക്കാൻ ലഭിക്കുന്ന അവസരങ്ങളിൽ നന്നായി കളിക്കുക അതെൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് സ്കൂൾ വിദ്യാഭ്യാസ കാലത്തും ഒക്കെ സ്കൂൾ ടീമിൽ പങ്കാളിയാകാനും കളിക്കുവാനും, അത് തുടർന്ന് സെമിനാരി ജീവിതകാലത്തും അതുപോലെ തന്നെ കോളേജ് പഠനകാലത്തൊക്കെ കോളേജ് ടീമുകളിൽ കളിക്കാൻ, അതുപോലെ തന്നെ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്താണ് യൂണിവേഴ്സിറ്റി സെലക്ഷൻ കിട്ടി അതിൽ പങ്കെടുക്കാനൊക്കെയുള്ള അവസരം ലഭിച്ചത്. തുടർന്ന് വൈദികനായതിനു ശേഷമാണ് കളിയുടെ പഠനങ്ങളിലേക്ക് ഞാൻ തിരിഞ്ഞത്. പ്രത്യേകിച്ച് കളിയെക്കുറിച്ച് കൂടുതൽ പഠിക്കണം, അറിയണം, മനസ്സിലാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുകയും അതിനുള്ള അവസരം ലഭിച്ചപ്പോൾ കായികപരമായ പഠനങ്ങളിലേക്ക് ഞാൻ തിരിഞ്ഞു. BPEd, MPEd, അതുപോലെ തന്നെ MBA ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ, MPhil ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഇതൊക്കെ പഠിച്ചെടുത്തത് കളിയെക്കുറിച്ച് കൂടുതൽ അറിയാനും അതുപോലെ തന്നെ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും വേണ്ടിയിട്ടാണ്. അച്ഛൻ നന്നായിട്ട് പാചകം ചെയ്യുന്ന ഒരു വ്യക്തിയാണല്ലോ. അത് മാത്രമല്ല, ആ പാചകം ചെയ്ത വസ്തുക്കൾ ഞങ്ങളെ കഴിപ്പിക്കാൻ അച്ഛന് വളരെയധികം കഴിവ് കാണിക്കാറുണ്ട്. എങ്ങനെയാണ് അച്ഛൻ ഇത്ര നന്നായിട്ട് ഭക്ഷ്യസാധനങ്ങൾ പാചകം ചെയ്യാനുള്ള ഒരു കഴിവ് കിട്ടിയത്? അല്ലെങ്കിൽ എവിടെ നിന്നാണ് അച്ഛൻ അതൊക്കെ പഠിച്ചത്? പാചകം നന്നായിട്ട് ചെയ്യുന്നു എന്നില്ല, കുറച്ചൊക്കെ കുക്കിങ്ങിൽ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനും അത് കഴിക്കാനും ഒക്കെ താല്പര്യമുണ്ട്. ഇതെനിക്ക് ഈ കഴിവ് കിട്ടിയത് വീട്ടിൽ നിന്ന് തന്നെയാണ്, അല്ലെങ്കിൽ വീട്ടിൽ നിന്നാണ് ഇതൊക്കെ പഠിച്ചത്. ചെറുപ്പത്തിലെ തന്നെ വീട്ടിൽ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു പാചകങ്ങളിൽ സഹായിക്കാനും ഒക്കെ അവസരം ഉണ്ടായിരുന്നു. അത് ഭക്ഷണം തയ്യാറാക്കുക എന്ന് പറയുമ്പോൾ എപ്പോഴൊരു വെറൈറ്റി വേണമെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. എന്നും ഒരേപോലത്തെ ഭക്ഷണമായിരിക്കും, എന്തെങ്കിലുമൊക്കെ വെറൈറ്റികൾ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ പലരും ചോദിക്കും, പ്രത്യേകിച്ച് അമ്മോട് തന്നെ ചോദിച്ചിട്ട് പലപ്പോഴും അതിൻ്റെ കൂട്ടുകളൊക്കെ മനസ്സിലാക്കി സെമിനാറിലായിരിക്കുമ്പോൾ തന്നെ ഭക്ഷണം തയ്യാറാക്കാൻ ശ്രമിക്കാറുണ്ട്. പലപ്പോഴും കുക്കില്ലാതെ വരുന്ന സന്ദർഭങ്ങളിലൊക്കെ ധൈര്യപൂർവ്വം അടുക്കളയിൽ കയറി പാചകത്തിന് നേതൃത്വം നൽകാനൊക്കെ ഒരു ആത്മവിശ്വാസം ലഭിച്ചിരുന്നു. വിജയച്ചൻ സമൂഹ ജീവിതത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ആളാണ്. ഒന്നിച്ചുള്ള പ്രാർത്ഥന, ഒന്നിച്ചുള്ള ഭക്ഷണം, ഒന്നിച്ചുള്ള ആഘോഷങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്ന ആളാണ്. സമൂഹ ജീവിതത്തെക്കുറിച്ച് അച്ഛൻ്റെ അഭിപ്രായം, പ്രത്യേകിച്ച് സന്യാസ ജീവിതത്തിൽ അതിനുള്ള പ്രാധാന്യത്തെക്കുറിച്ചും അച്ഛൻ്റെ അനുഭവത്തിൽ നിന്നും പറയുകയാണെങ്കിൽ? സന്യാസ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന കാര്യം സന്യാസ സൗഹൃദം അല്ലെങ്കിൽ സന്യാസ കൂട്ടായ്മയാണ്, അല്ലെങ്കിൽ സമൂഹ ജീവിതമാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരെയും വീട്ടിലുള്ള അതേ അനുഭവം നമുക്ക് ആ സമൂഹത്തിൽ സൃഷ്ടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു കുടുംബത്തിൻ്റെതായ കെട്ടുറപ്പും കുടുംബത്തിൻ്റെതായ കൂട്ടായ്മകളൊക്കെ അവിടെ അനുഭവിക്കാൻ സാധിക്കും. 50-ാം ജന്മദിനം ആഘോഷിക്കുന്ന വിജയച്ചന് ഈ സമൂഹത്തോട് നൽകാനുള്ള സന്ദേശം എന്താണെന്ന് വെച്ചാൽ? ഈ 50-ാം ജന്മദിനത്തിൻ്റെ അവസരത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് സന്യാസ ജീവിതം നൽകുന്ന സന്തോഷവും സൗഹാർദ്ദവുമാണ് ഏറ്റവും വലിയ സന്ദേശമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ദൈവം നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ്, കൃപയാണ്. അതുകൊണ്ട് ഇവിടെ ലഭിച്ചിട്ടുള്ള ഓരോ അവസരങ്ങളും നന്നായി വിനിയോഗിക്കുകയും കൂടുതലായിട്ട് സമൂഹ ജീവിതത്തിന്, സന്യാസ സൗഹൃദത്തിന് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുക. കാരണം നാം ആരുമല്ല, സഭയാണ്, ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹമാണ്, ഈ സമൂഹമാണ് ഇന്ന് ഓരോ സന്യാസിയെയും
വളർത്തുന്നതും വലുതാക്കുന്നതും വിളയിക്കുന്നതും. മാക്സിമം സമയം നമുക്ക് ഒരുമിച്ചായിരിക്കാൻ, ഒരുമിച്ച് പങ്കുവയ്ക്കാൻ, ഒരുമിച്ച് സന്തോഷിക്കാൻ, പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ, പരസ്പരം തിരുത്താനും വളർത്താനും ഒക്കെ സാധിക്കുക. അത് കഴിഞ്ഞാൽ അങ്ങനെ അത് തന്നെ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സന്യാസ ജീവിതം അല്ലെങ്കിൽ ഈ സമൂഹ ജീവിതം, നമ്മുടെ വൈദിക ജീവിതമൊക്കെ വളരെ അനുഗ്രഹദായകമായി തീരും. അതിലേറെ കൂടുതൽ ആത്മവിശ്വാസത്തിലൂടെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. സന്യാസ ജീവിതത്തിന്റെ വിജയം സമൂഹ ജീവിതമാണെന്ന് പറഞ്ഞ വിജയച്ചന് ഒരുപാട് ജന്മദിനത്തിന്റെ ആശംസകളും പ്രാർത്ഥനകളും. ഒരു തിരിയായെരിയാൻ, ഒരു പുഴയായൊഴുകാൻ, ഞാൻ പൊടിയും നിന്നപ്പമാകാൻ. ഒരു തിരിയായെരിയാൻ, ഒരു പുഴയായൊഴുകാൻ, ഞാൻ പൊടിയും നിന്നപ്പമാകാൻ. സ്തുതി 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 മഹിമകളെ, സ്തുതി 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 മനസ്സുകളെ, സ്തുതി 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 മിശിഹായെ വാഴ്ത്താം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.